കൂടപ്പുറപ്പിനെ മറന്നു പോകും. അനീതിയാണോ? ഐസ്ക്രീം അല്ലേ? തണുപ്പില്ല. ഇത് ജോമോൻ പപ്പായുടെ സെലക്ഷൻ ആട്ടോ. മാമോദീസ കഴിഞ്ഞ് പോന്നപ്പം കിടക്കണം പറഞ്ഞ് പോകുന്ന എലിക്കുട്ടിയാ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അമ്മയ്ക്ക് പുതിയ ഷോള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ എന്ന് പറയാം കേട്ടോ. എംബ്രോയിഡറി വർക്കും ഉണ്ട്, ഇച്ചിരി ഗിൽറ്റൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് കുറയ്ക്കാൻ ഉടുപ്പിൻ്റെ ഇറക്കമൊക്കെ കുറച്ച് നമ്മൾ കേട്ടോ, ഇറക്കം വെച്ച് സെറ്റപ്പാക്കി. ജോമളിട്ടിങ്ങനെ ചുരിദാർ ഇങ്ങോട്ടൊന്നും എല്ലാവരും നോക്കിയിട്ട് പറ. പിന്നെ എൻ്റെ ഷർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പെട്ടായിരുന്നു, അത് കഴുകാനിട്ടിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഷർട്ടില്ല, വേറെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഇറക്കുവാന്ന് പറയണ്ടേ? ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാ കേട്ടോ. എവിടെ പോവാമേ? അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകന്റെ കൊച്ചിന്റെ മാമോദീസായ. മകന്റെ കൊച്ചിന്റെ അല്ല, മകന്റെ കൊച്ചിന്റെ അങ്ങനെയല്ലേ പറഞ്ഞേ? അല്ലല്ല, ആ മകന്റെ കൊച്ചിന്റെ മാമോദീസായ. ഇവിടെ അടുത്താ, കുറവലങ്ങാട് കഴിഞ്ഞ് അല്ലേ? അപ്പം അമ്മേനെ കൊണ്ട് പ്രത്യേകം ചെല്ലണം എന്നാ ഇവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. മകന്റെ ഭാര്യ ആൻസി ചേച്ചി പറഞ്ഞു. ചേട്ടായി പിരിഞ്ഞു പോയി. ചേട്ടായി പോയിട്ട് ഒരു ഞങ്ങൾ അമ്മേനോട് ഞങ്ങൾ പറഞ്ഞ പള്ളി വന്നൊന്നും അമ്മ ഒത്തിരി നേരം ഇരിക്കുകയല്ലെന്ന് പറഞ്ഞായിരുന്നു. ഒരു കുർബാന കഴിയാറാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മേനെ കൊണ്ട് പ്രത്യേകം വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണതാ അല്ലേ? അല്ലെ ജോമവും പോയേനെ. അവിടെ ഇപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ആ കുർബാനയ്ക്ക് മുഴുവൻ അമ്മ ഇരിക്കുകയല്ലോ. അതുകൊണ്ട് ഇപ്പം കുർബാന കഴിയാറാകുമ്പോഴാണ് നമ്മൾ പോകണം. ഇവാൻ ഇവിടെ ഉണ്ട്, പക്ഷേ ഇവാൻ ഓൺലൈൻ ക്ലാസ്സാ, അതുകൊണ്ട് ഇവാൻ പോരുന്നില്ല. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ അമ്മ അവിടെ ഇരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്ത് ചെയ്യും? കുഞ്ഞു കൊച്ചാണോ അല്ല ഞാൻ അല്ലേ? സന്തോഷാട്ടോ പുറത്ത് പോകണ്ടേ. അവയ്ക്ക് പുറത്ത് പോവാൻ നമ്മൾ പറഞ്ഞപ്പോഴേ അമ്മ റെഡിയായി. സന്തോഷം. ഉടുപ്പിടിക്ക് താ ഷോള് താ എന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാം തരാനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പോകാം. നമുക്ക് പോകാം. കുഞ്ഞുവാവിക്ക് കൊടുക്കാണ്ട് ഉടുപ്പ്, കുഞ്ഞുവാവിക്കുള്ള ഉടുപ്പ് കയറിയോ. കുട്ടിയമ്മേനെ ഇവിടെ കയറ്റട്ടെ. കയറാൻ പാടായിരിക്കും അമ്മയ്ക്ക്. മറ്റേ വണ്ടി പോലെ ഇത് സീറ്റ് ഇച്ചിരി പൊക്കം കൂടെ ഉണ്ട്. ഇനി ഇല്ല, വിവാഹം വരുന്നില്ല. അമ്മ നോക്കണം വിവാഹം വരുന്നുണ്ടോന്ന് അറിയാം. ഈ അമ്മയാണ് പിടിച്ചെല്ലാം നടക്കിയത്. അപ്പോൾ ഞങ്ങൾ മാമോദീസയ്ക്ക് പോവാണ്. പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളവർക്ക് തന്നെ ആയിരിക്കും അവിടെ കൂടുതലുള്ളത്. അമ്മയുടെ ചേട്ടത്തിയുടെ മക്കളൊക്കെ ഇവിടെ മുഴുവനും ഇവിടെ വന്നിട്ടുള്ളതാണ്. അവരെല്ലാം കൂടെ ഒന്നും കൂടെ കാണാം. ബാക്കി അമ്മ അവിടെ എത്ര നേരം നിൽക്കുന്നോ അതനുസരിച്ച് ഞങ്ങളവിടെ നിൽക്കത്തുള്ളൂ. കാരണം അമ്മയുടെ രീതി ഞങ്ങൾക്ക് അറിയാമല്ലോ, അമ്മയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അമ്മ പെട്ടെന്ന് പോകാനെന്ന് വിളമ്പിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് പോകാം. നമ്മളെ എലിക്കുട്ടിയും ജോമോനും ആരാണ്ട് അമ്മ എവിടെയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ജോമോനെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആ ബേക്കറിയിൽ ചേച്ചിയുടെ ഫോൺ തന്ന് വിളിച്ചോളാൻ പറഞ്ഞേ. അപ്പൊ ആ മകൻ എവിടെയെങ്ങാണ്ട് നിൽപ്പുണ്ട്. ആരെ വിളിക്കാന്ന് വെച്ചപ്പോ അമ്മ ഈ അമ്മയുടെ ഒരു ജോമോനെ വിളിക്കാൻ വേണ്ടിട്ടുള്ള ഭയങ്കര ചിരി. ടാറ്റ കൊടുത്തേ, അങ്ങോട്ട് ടാറ്റ കൊടുക്ക. മതി. എത്ര വർഷമായി ഇവിടെ പോയിട്ടാ? ഞാൻ അവരെയൊക്കെ കണ്ടിട്ട്. നമുക്കെന്നാ കണ്ടേക്കാം. അതുകൊണ്ടാ ഇന്ന് കൊണ്ടുപോകണം കേട്ടോ പിള്ളേരെ. ഇത് കിടന്ന് ഇളവുക. മൂത്ത ചേച്ചിയുടെ ചെറുക്കന്മാരെ 2 ചെറുക്കന്മാരെ മാത്രം കാണുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു വയസ്സിലൊന്നെങ്കിലും കപ്പയാണ്. ഇത് കിടന്ന് ഇളവുക. ചോദിച്ചു വൃത്തിയാക്കാം. ഭയങ്കര കപ്പയാണ്. അതിന്റെ ഇടയ്ക്ക് പറമ്പിലോട്ട് പോയി ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്ന. കപ്പ കണ്ടപ്പോ കപ്പയ്ക്കകത്തോട്ട് പോയി എലിക്കുട്ടി. തന്നെ ഇരുണ്ടിരിക്കണം, പ്രകാശം ഇല്ലല്ലോ. വെച്ചൊരു മതി എടുക്കണ്ട. അല്ലേ ഇത് നമ്മുടെ കണിയോടിക്കൽ. അതേ ഉള്ളു, ഇപ്പൊ ഇറങ്ങിയതല്ലേ ഉള്ളൂ.
മണ്ണക്കനാട്. ആ പള്ളി. ഇത് പാല കുറവലങ്ങാട് റോഡാണ് കാണുന്നത്. അതൊക്കെ പോകും. അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. കുർബാന തീരാറായി. മഴക്കാറുണ്ട് ചെറിയ തോതിൽ. അനുതാപത്തോടെ അപരാധങ്ങളിൽ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. സഹോദരൻ സ്വർഗരാജ്യത്തിലുള്ള അമ്മയുടെ മൂത്ത ചേട്ടത്തി തെയ്യാമ്മയുടെ മകൻ, ഒരു മകനേ ഉള്ളൂ. മകൻ ബേബിയുടെ മൂന്നാമത്തെ മകൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ഫാമിലി ഫോട്ടോയാണ്. രണ്ടാമത്തെ ആൾ കാനഡയിലാണ്. അവർ വന്നിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവരെ നിർത്തിയാണ് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നത്. ഇത് രണ്ട് ഫാമിലിയും കൂടിയാണ്. കൊച്ചിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫാമിലി ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇവർ UK വർക്ക് ചെയ്യുന്നത്. മാമോദീസയ്ക്കായിട്ട് വന്നതാണ്. രണ്ടാമത്തെ സഹോദരൻ കാനഡയിലാണ്, ഭാര്യയും. മൂത്ത സഹോദരൻ ഭാര്യയും നാട്ടിലുണ്ട്. അത് ജോമോളുടെ ഒരു കസിൻ സിസ്റ്ററാണ് മൂത്തവൻ്റെ ഭാര്യ. കൊച്ചിൻ്റെ അപ്പനും അമ്മയും നമ്മുടെ അമ്മ ടീമും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ, ജോമോള്, കുഞ്ഞമ്മനെ നിങ്ങൾക്കറിയാലോ. കുഞ്ഞമ്മ, പിന്നെ ഇരിക്കുന്നത് കുഞ്ഞമ്മയുടെ ഇളയ മകൻ്റെ ഭാര്യയാണ് മഞ്ജു. ചേച്ചിയുടെ മകൻ്റെ കൊച്ചു. പിന്നെ മച്ചേ മാറിപ്പോയോ? മണ്ണക്കിനാട്ടിൽ ആരാ ഉണ്ടായിരുന്നു? ചേച്ചിയുടെ മകൻ ബേബിനെ ഓർക്കുന്നുണ്ടോ? അവിടെ ഉണ്ട്. ചേച്ചി കാണാൻ പോയിരുന്നില്ല? ഈ മുഖങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങളാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ടുള്ളവരാണ്. രണ്ടുപേരെ കാണാറോ? അതിന്റെ ഒന്നിച്ച് എന്നെ അറിയോ? ഇല്ലിക്കുട്ടീനെ മറന്നുപോയില്ലേ? എന്നെ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ രീതി മാറിപ്പോയാൽ ഇതാരാ ലില്ലിക്കുട്ടി? അറിയോ?
വല്ലപ്പോഴും ഒന്ന് കാണാതെ അറിയാൻ പറ്റുമോ? ആ സജി എന്നെ അച്ഛന്നൊക്കെ വിളിക്കുന്നു. ആ അതൊക്കെ നിന്നെ തല കണ്ടപ്പോൾ അച്ഛനാന്ന് തോന്നും. നീ മീശയില്ല ഒന്നുമില്ല അതപ്പോൾ അച്ഛനാന്ന് തോന്നും. അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അറിയുമായിരുന്നു. കുഞ്ഞമ്മേനെ പിന്നെ ഓർക്കായിരിക്കുമോ? കൂടപ്പുറപ്പിനെ മറക്കുമോ? മറന്നു പോവോ? അനീതിയാണോ? ഞാനാരാ? നീ ആരാന്ന് എനിക്കറിയാം. ചേട്ടത്തിയുടെ മോനെ. മകനാ. അന്നമ്മേനെ അറിയല്ലേ? അന്നമ്മേൻ്റെ അന്നമ്മ അന്നമ്മയുടെ മകനാ. ആറ്. അന്നമ്മ ഇല്ലല്ലോ, മരിച്ചുപോയില്ല. രാജിച്ചേട്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അമ്മേനെ കൂടെ കൊടുക്കും. ഇവനെ അറിയോ? അറിയല്ലേ? കുട്ടീനെ അറിയോ? കുട്ടീനെ അറിയോ? പിന്നെ അറിയുമെന്നല്ലേ? ഓർക്കുന്നുണ്ടോ ജീവൻ്റെ? ചൈതത്തുണ്ടോ? കുട്ടി അവരുടെ അയലാക്കല്ലേ? ആ കുട്ടിയുടെ മോനായിരിക്കും. ആണോ? അവരവിടെ എവിടെ? അവള് ഞങ്ങളുടെ താമസം. ആ അവിടെ തന്നെ. ഞങ്ങള് അവരുമായിട്ട് ഒരു കുടുംബം പോലെ. പിന്നല്ലേ, അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലേ? അങ്ങോട്ട് നടക്കാം. എൻ്റെ സെൽഫി കേക്കിന്റെ കമ്പ് എടുത്തോണ്ട് വരുന്നു. കേക്കിന്റെ പൂവ് എടുത്തോണ്ട് വരുന്നു. ജോമോടെ അനീതി കേട്ടോ അത്. ഇത് പഠിത്തമില്ലേ ഇവിടെ അവർക്ക്? ദാദരമ്പുഴ കുഞ്ഞമ്മയുടെ മകനും കാര്യം മഞ്ജു. ഉടുപ്പൊക്കെ ഇട്ട് ഇതുപോലെ കളഞ്ഞ ഇച്ചിരി എടുത്തായിരുന്നേ. ചേട്ടായി സാബു ഒറ്റയ്ക്കാ വന്നേക്കണം നമ്മളല്ലേ? ഇതാര്? വല്ല മുഖപരിചയം തോന്നുന്നുണ്ടോ? വല്ല മുഖപരിചയം തോന്നുന്നുണ്ടോ? അല്ല, ഈ മുഖം കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ആ, ഈ മുഖം ആരാ? പരിചയം ഉണ്ടോ? ആരാ? ഇവിടെ വന്നതല്ലേ? ഇവിടെ വന്നതല്ലേ? ഇപ്പൊ വന്നതല്ലേ? നമുക്ക് നടന്നോണ്ട് വെയിലില്ല. വാ വെയില. സിനിമ ചേച്ചി തന്നെയാ പോകുന്നുള്ള. കേമാർ കവലയിലാണ് താമസം അല്ലേ? മുന്തിരി ജ്യൂസാണോ കൊടുക്കുന്നത്? മുന്തിരി ജ്യൂസ് കൊടുക്കണ്ടായിരുന്നു. അതന്നായിരുന്നു തണ്ണിപത്രം. മുന്തിരി ചിലപ്പോൾ വയറിനകത്ത് വിഷയം ഉണ്ടാകും. അവന് 46 വയസ്സാവുകയാണ്. ആണോ? നമുക്ക് അവളെ ആലോചിക്കായിരുന്നല്ലോ. ആ ചോദിക്കാം. ഇതാണ് നമ്മുടെ മാമോസ് നടത്ത കൊച്ചിൻ്റെ അപ്പൻ ജോമോളുടെ അനീത. ഇവളവിടെ വീട്ടിൽ വന്നിട്ടില്ലല്ലേ? ഇവള് റീസ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ആ ഇവരല്ലേ വന്നുള്ളൂ. ആ വരില്ല, പറഞ്ഞു വരുമ്പം അനീതിയല്ലേ സാധനം പറഞ്ഞു വരും.
come up on the stage. കുടുംബമാണ് എല്ലാറ്റിനും വലിയ അനുഗ്രഹം. ഈ സമയം കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ അഞ്ചു ചേച്ചിയും അഖിൽ ചേട്ടനെയും ആൻഡ് ഫാമിലിയെയും ഞാൻ ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്ക്. ഐസ്ക്രീം അല്ലേ? തണുപ്പില്ല.
കിടക്കി വിടാന്ന്. കിടക്കാനോ? ആ അപ്പോൾ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഉണ്ട് ഞാൻ തെളിയുന്നു അല്ലേ? ഒന്നിനെന്നാ കഴിക്കുന്നത്. സജി ഒരാളുടെ ഇതില്ലാതെ പോരാൻ പറ്റില്ല. വീടെത്തി. വണ്ടി ഇരുന്നാ പിന്നെ മാന ഇവിടെ ഇരിക്കുമല്ലോ. ഞാൻ മാനം കൂടെ കൊണ്ടുപോകണം ഓർത്ത് നടന്നില്ലല്ലോ. അമ്മ അകത്തോട്ട് കയറിപ്പോയി. നമ്മുടെ പുതിയ നൈറ്റി ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ആ വിവീനെ ഉണ്ടായിരുന്നു. വിവീനേഷല്ലേ കൂട്ടിപ്പിടിച്ചോണ്ട് നടന്നോണ്ടിരുന്നത്. അവൾ വരും. അവളെ കോളേജിലല്ലേ? ആ അവള് കോളേജിൽ നിന്ന് വരണം. അമ്മയ്ക്ക് എന്നാ വേണ്ടേ? പഴം വേണോ? എനിക്കൊന്നും അപ്പൊ ഞാനും ഇവിടെ ഇല്ലേ? പപ്പായല്ലേ നിൽക്കണേ? നീ ഏത് പപ്പായ? ആരാ? ജോമൻ പപ്പായ ഇത്. നമുക്ക് പോയി കിടക്കാം. കുട്ടി നല്ല ലൈറ്റ് ഇട്ടിട്ട് നല്ലൊരു ഇണക്കുണ്ട്. ജോമൻ പപ്പായുടെ സെലക്ഷൻ ആട്ടോ. ഇതേ മറ്റേ പപ്പായ പച്ചപ്പ ഇതില്ലേ ജോമൻ പപ്പ മേടിച്ചത് നൈറ്റ് ആട്ടോ. മേടിച്ചല്ല സെലക്ഷൻ ചെയ്തത്. ഇത് സെലക്ട് ചെയ്തത് സെലക്ഷനേ. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന്. നല്ല കളറാ അല്ലേ? ഇണങ്ങുന്നുണ്ട്. ലൈറ്റ് വേണ്ട, ഫാൻ മതി. കിടക്കാൻ നേരത്തെ എന്തിനാ ലൈറ്റ്? കിടന്നോ? വിമാനമൊക്കെ എവിടെ പോയോ? വിവാനില്ല കിടപ്പുണ്ടല്ലോ. വിവാനില്ല വണ്ടിയിൽ നിന്ന് ഇറക്കേണ്ടി വന്നേ. വിവാൻ ഇവിടെ ഉണ്ട്. വിവീന വരും. അവിടെ കോളേജിലല്ലേ? കിട്ടിയോ? പിന്നെ കന്നാലിയിലൊക്കെ കിട്ടിയല്ലേ? കന്നാലിയിലൊക്കെ കിട്ടിയാ തന്നേ. കന്നാലിയിലൊക്കെ നമ്മൾ പറമ്പിൽ കിട്ടിയിട്ടില്ല. പോയേ അമ്മ കിടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് കിടന്നില്ലേ? അമ്മ അവിടെ കിടപ്പുണ്ടല്ലോ. അവിടെ കിടപ്പുണ്ട്. അമ്മ കിടക്കാൻ പോയിട്ട് ഇങ്ങനെ പോന്നേ. അതൊക്കെ പിന്നെ അടയ്ക്കാന്നേ. അമ്മ പോയി കിടന്നോ? കിടക്കാനാണെന്നും പറഞ്ഞ് തെറി വെച്ചിട്ട് ഇപ്പോൾ കിടക്കൊന്നുമില്ല. ഇതാണ് അമ്മയുടെ കിടപ്പ്. എന്നത്? ആ കാറ് നമുക്ക് ഓടിക്കാനായിട്ട്. നമുക്ക് ഓടിക്കാൻ കൊണ്ട് ഇട്ടേക്കണ. നമ്മുടെ ഒന്നുമല്ല. നമ്മുടെ അല്ല. ആ അതിപ്പോൾ അവിടെ ഉടക്കാരുടെ വീട്ടിൽ ആളില്ലെന്നേ. ഉടക്കാരുടെ വീട്ടിൽ ആളില്ല. അവർ നാട് വിട്ടു പോയി. അമ്മയുടെ മകള് വിവീനയാണ് അമ്മയുടെ മകള്. വിവീന കൊച്ചുമകളല്ലേ? വിവീന വരും കോളേജിൽ നിന്ന് വന്നം. അയ്യോ അവളെ കെട്ടിച്ച് വിട്ടില്ലല്ലോ. അവള് കുഞ്ഞല്ലേ? അവള് പഠിച്ചോണ്ടിരിക്കുമല്ലേ? എവിടെ? കെട്ടി വീട്ടിലൊന്നുമില്ല. അവളെങ്ങനെ? അവളെ കെട്ടിച്ചില്ലല്ലോ. അമ്മയുടെ മകളെയല്ലേ കെട്ടിച്ചാക്കണേ? അമ്മയുടെ മകളുടെ പേരെന്നാ? വിവീന അമ്മയുടെ മകളല്ലല്ലോ. വിവീന അമ്മയുടെ കൊച്ചുമകളല്ലേ? അമ്മയുടെ സ്വന്തം മകളുടെ കാര്യം ചോദിച്ചേ. അമ്മയുടെ സ്വന്തം മകളുടെ പേരാ ചോദിച്ചേ. സ്വന്തം മകള് അല്ല, അത് കൊച്ചുമകളാ. സ്വന്തം മകള് എൽസിയാ. അവള് കൊച്ചുമകള് വിവീന. സ്വന്തം മകൾ എൽസി. ക്ഷീണമൊക്കെ പോയോ? ആ അതവിടെ കിടക്കട്ടെ. പിന്നെ ചെയ്യാൻ പറ്റും. ചുവന്നോണ്ട് പോകാൻ പറ്റിയല്ലോ. നമ്മളതിനല്ലേ പോയിട്ട് വന്നേ. ആ കന്നുകാലി പറമ്പിൽ തിന്നോണ്ടിരിക്കുക. കൂട്ടിക്കെട്ടാറൊന്നും ആയില്ല. സമയമായില്ലല്ലോ. ഉച്ചയല്ലേ സമയം. കിടക്കുന്നില്ലേ? പോയാ പിന്നെ തീർന്നു. അതിനാ ആരോഗ്യം മുഴുവൻ പോകല്ലേ? അതെ ഭയങ്കര വെയിലാ. ഭയങ്കര വെയിലാ. ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. ഭയങ്കര വെയിലും ഭയങ്കര മഴയും. അമ്മയുടെ ക്ഷീണവും പോയി ഉറക്കം എല്ലാം പോയി. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ കുടിക്കാനുണ്ട്.
കാലാവസ്ഥയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതേ വരും വെള്ളം കരയോറ വെച്ചില്ല. കരയോറ ഇനിയും വെക്കണോ? കരയോറൊക്കെ വെച്ചോളും. ഇവിടെ ഇനി എന്നാ അടുത്ത മഴയ്ക്ക്. ഇടവപ്പാതി തുടങ്ങിയില്ല. ഇടവപ്പാതിയോ? ഇവിടുത്തെ പെണ്ണുങ്ങളാരും ഇവിടെ ഇല്ലേ? പെണ്ണുങ്ങളല്ലേ നിൽക്കുന്നേ? എലിക്കുട്ടിയല്ലേ ഇവിടുത്തെ പെണ്ണ്? ഇവിടുത്തെ ആരാ നീ? പോയി ആരാ? അന്നമ്മ. അന്നമ്മയൊക്കെ പോയി. അവിടെ പോയി. അന്നമ്മയുടെ വീട് ഇതല്ല. അന്നമ്മയുടെ വീട് ഇതല്ല. ആര് പറഞ്ഞു? പിന്നെ ഇതെങ്ങനെ അന്നമ്മയുടെ വീടാണ്? ആര്? അന്നമ്മയുടെ വീട് എങ്ങനെ ഇതാകുന്നത്? അന്നമ്മയുടെ വീട് അന്നമ്മ ജീവിക്കാനുള്ള വീടാണ്. അന്നമ്മ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റിയില്ല. ഈ വീട്ടിൽ അന്നമ്മയുടെ വീട് കുറുപ്പന്തറയാണ്. അന്നമ്മയുടെ വീട് കുറുപ്പന്തറയാന്നേ. കുറുപ്പന്തറയോ? ആ, അവിടെയൊന്നും ഇല്ല. പിന്നെ എവിടെയാ? മെമ്മോറിയലല്ലേ? കുറുപ്പന്തറയല്ലേ? പെണ്ണുങ്ങളെ അറിയില്ല. പിന്നെ ആരുടെ വീടാണ് ഉള്ളത്? ആണുങ്ങൾ ആണുങ്ങളുടെ വീടാണോ കുറുപ്പന്തറ? കയറിയാൽ മാത്രമേ ഉള്ളൂ. ആഹാ. ഇവിടെ ആരും ഇല്ലല്ലോ. ഒറ്റ പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് വിവാൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാ കിടക്കണം? എന്നാ മേലെ വീണയൊക്കെ എന്തേ പള്ളിയിലോട്ട് കൊണ്ടു? അതോ ഇവിടെ നിന്ന് പോയതോ? അതെങ്ങോട്ട് പോയതാ? കോളേജിൽ പോയതാ. കോളേജിൽ അവള് പോയതോ? കോളേജിൽ പഠിക്കുന്നില്ലല്ലോ. പഠിക്കുവാ ഇപ്പൊ. ഉണ്ടോ? എപ്പോഴാ ഇനി വരൂ? ഇപ്പൊ ഇവിടെ ആരുമില്ല അല്ലേ? പെണ്ണുങ്ങളും ഇല്ല, ആണുങ്ങളും ഇല്ല. കൊച്ചിന് പഠിത്തമില്ല. ഇല്ലായിരുന്നു. ഇല്ലേ? ഇല്ല. പള്ളിക്കൂടത്ത് പോയോ? ഇന്നില്ല. ഇന്നില്ല ഞാനല്ലേ? വീട്ടിൽ ഇരുന്ന് പഠിപ്പില്ലായിരുന്നു. വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറിലായിരുന്നു പഠിത്തം. പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. വന്നായിരുന്ന ഈ വാതിലത്തൊക്കെ എല്ലൊക്കെ അടയ്ക്കാൻ മേല ഞാൻ. അവനവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ? എല്ലാം കടഞ്ഞാൽ അടക്കണേ. അടയ്ക്കാൻ അവിടെ നിന്നൊന്നുമില്ല. ആ, ഇവിടുത്തെ അമ്മ ഇവിടെ ഇല്ലേ മോനെ? ഇവിടുത്തെ അമ്മ ഉണ്ട് ഇവിടെ. ഇല്ലേ? ഇവിടെ ഉണ്ട്. ഉണ്ടോ? എന്നിട്ട് ഇവിടെയും കാണുന്നില്ല. ഇവിടെ ഉണ്ട്. ഞാനോട്ട് ഒലയത്ത് പോയോ? എന്നിട്ട് അമ്മേനെ ഇവിടെ കാണുന്നില്ല. അവിടെ എവിടെ കിടക്കുവാണോ? എവിടെയാ? മുറിയിലാണ്. അവിടെയാണോ? അതിന് അങ്ങോട്ട് പോയേ. എല്ലായിരിക്കും. ആർക്ക്? ആർക്കാ? അന്നമ്മയ്ക്കോ? അന്നമ്മ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് അന്നമ്മ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് അന്നമ്മയുടെ വീടല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. നീ പറഞ്ഞോട് കാര്യമായി. പിന്നെ ആരാ പറയണേ? ഞങ്ങളുടെ വീട്. പിന്നെ ഞങ്ങളുടെ വീട് കൊണ്ടൊക്കെ കന്നാലിയൊക്കെ പറമ്പിൽ തിന്നുകൊണ്ടിരിക്കുക. ഞാൻ തുറന്ന് മരത്തിയിട്ട് കന്നുകാലി കൊടുക്കാതെ ചക്കപ്പഴത്തിൻ്റെ അല്ല പഴത്തിൻ്റെ തൊലി എല്ലാം പൊളിച്ചിട്ട് മാറ്റിയിട്ടേക്കാം. കന്നുകാലിയെ കെട്ടിയോ? കന്നാലിയെ കെട്ടിയെന്നേ. കൂട്ടിക്കൊണ്ടേ? കൂട്ടിക്കെട്ടാറായില്ല. കന്നാലി തിന്നുകൊണ്ടിരിക്കുക. കിട്ടിയപ്പോഴാ? അത് സന്ധ്യ വൈകുന്നേരം ആകട്ടെ. 6 മണിയായിട്ടാണ്. 6 മണിയൊന്നുമില്ല, നല്ല ചൂടാ, നല്ല വെയിലാ ഇപ്പം. പശു അവിടെ തിന്നുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ ആരും ഇല്ലേ? പെണ്ണുങ്ങൾ അകത്തുണ്ടെന്നേ. അങ്ങോട്ടോടെ പോവാ? അങ്ങോട്ടോടെ പോവാ? ആരുണ്ട്? ഇവിടെ അകത്തുണ്ട് പെണ്ണുങ്ങൾ. ആരാ? ഇവിടെ ഉണ്ട്, പോയി നോക്ക്. ആരാന്ന് പോയി നോക്ക്. പോയി നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. പോയി നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. പോയി നോക്കിയാലല്ലേ അറിയത്തുള്ളൂ ആരാന്ന്. കിടപ്പുവാ? കന്നാലി കെട്ടിയില്ല നീ? കന്നാലി കൂട്ടിലാ നീ? പറമ്പിലാ നീ? കന്നുകാലി പറമ്പിലാ നീ? കന്നാലിയെ കെട്ടാനായിട്ട് ഇനി എന്തോരം സമയമുണ്ട്? സമയം ഒത്തിരി ഉണ്ട്. ഇതുണ്ട്, സമയമൊന്നും ആയില്ല. ആ, അതാ തുണി കിടപ്പുണ്ട്. അത് ഉണങ്ങാനിട്ടിരിക്കുന്നല്ലേ? ആ, അത് ഉണങ്ങാനിട്ടിരിക്കുന്നല്ലേ? തുണി അവിടെ ഉണങ്ങാനിട്ടിരിക്കുന്ന. ആ, അത് വെയിലുണ്ടായിരുന്നു. ഇപ്പം മൂടൽ കയറിയതാ. കിടക്കാനാണെന്നും പറഞ്ഞ് വന്ന എലിക്കുട്ടിയാണ് കേട്ടോ നടക്കണത്. മാമോദീസ കഴിഞ്ഞ് പോന്നപ്പം കിടക്കണമെന്നും പറഞ്ഞ് പോകുന്ന എലിക്കുട്ടിയാണ്. ഇച്ചിരി നേരം പോയി കിടന്നിട്ട് തേറ്റ് കിടക്കും. ഇതാണ് എലിക്കുട്ടിയുടെ പരിപാടികൾ.
പോയി കിടക്കുന്നില്ലേ? ക്ഷീണാലാൻ പോയോ? കിടക്കുന്നില്ലേ? വായിലാണ് ശകലം വെള്ളം. അതിനാ വായ ചെ വെള്ളം എടുത്ത് കുടിക്കും അവിടെ നിന്ന്. എത്ര നേരമായിട്ട് വെള്ളം കുടിക്കും. ആ കുറച്ച് പേടിപ്പിക്കുമോ അല്ലേ, ജെട്ടിക്കുമോ അല്ലേ? എലിക്കുട്ടി ഇറങ്ങി നടക്കണമെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ എലിക്കുട്ടി എന്തിനാ ഇറങ്ങി നടക്കണേന്ന്? പൈപ്പിലെയും വെള്ളം ഉണ്ടെന്നൊക്കെ പശുവിനെ എടുത്ത് കൊടുക്കാൻ വേണം. ആ പശു വൈകുന്നേരം കൊണ്ട് കെട്ടുമ്പോൾ കൊടുക്കാം. പശുവിനെ കൂട്ടി കെട്ടിയോ? കൂട്ടിക്കെട്ടാറായില്ലെന്നേ. ഓരോ വെള്ളം കൊടുക്കണം. ആ അന്നേരം കൊടുക്കാം. അവരൊക്കെ ഇവിടെ പോയോ? ആരാ നീ? ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ ഉണ്ടമ്മേ. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. കയറി ഒന്ന് നോക്കേ. അവരെവിടെ പോയി? ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഉണ്ടോ? പിന്നെ ഇവിടെ കാണുന്നില്ല. അത് അവിടെ കിടക്കുക. അത് പെയിൻറ്റ് അതൊന്നും തുറക്കണ്ട. അതൊക്കെ പെയിൻറ്റും പാട്ടയാ നീ, അതൊന്നും തുറക്കണ്ട. പെയിൻറ്റ് അടിക്കാനുള്ള ബാക്കിയോട് അടിക്കാനുണ്ട്. ആ അത് ഉണ്ട്, അത് അടിക്കാനുള്ളതല്ലേ. മഴ കാരണം അടിക്കാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ പിന്നെ അടച്ചാൽ മതിയായിരുന്നു. ഇവിടുത്തെ അമ്മ എടുത്ത് പോയതാണ്. അമ്മ പോയിട്ട് വന്നതാ. ഒരു വഴിക്ക് പോയേക്കുമായിരുന്നു. എവിടെയാ? മണ്ണക്കനാട് അടുത്ത്. മണ്ണക്കനാട് വരെ പോയേക്കുമായിരുന്നു. മണ്ണക്കിനാട്ടിലാ? പോയിട്ട് വന്നതാ ഇന്ന് രാവിലെ. തന്നെയല്ല, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ഈ സന്ധ്യ ആയപ്പോഴോ? ഉച്ചയ്ക്ക് 11 മണിയായി, 12 മണിയായപ്പോഴാണ് പോയത്. 12 മണിയായപ്പോൾ. ഈ സമയത്തൊക്കെ അവൾ മണ്ണക്കിനാട്ടിൽ വാങ്ങുള്ളൂ. ഈ സമയത്തല്ല, 12 മണിയായപ്പോഴാണ് പോയത്. സമയം എന്തോരുമായി? 12 മണിയായിട്ട് പോയിട്ട് വന്നതല്ലേ ഇപ്പം. പോയിട്ട് വന്നതല്ലേ. പോയിട്ടോ? ആ മണ്ണക്കിനാട്ടിൽ. ആ മണ്ണക്കിനാട്ട് ആരാ പോയോ? ഇവിടുത്തെ അമ്മയും മക്കളും ഒക്കെ. വിവാനും വിവീനയും പോയില്ല. അതോ വിവാൻ തന്നെയാണോ? വിവാനും പോയില്ല. വിവീനയും പോയില്ല, വിവാനും പോയില്ല. ആരും പോയില്ലേ? ഏലിക്കുട്ടിയും ജോമാനും ജോമോളും കൂടെയാണ് പോയത്. വെള്ളം തിളപ്പിച്ചില്ലേ? വെള്ളം തിളപ്പിച്ചില്ല. ഇന്ന് പോകുന്നതുകൊണ്ട് വെള്ളം തിളപ്പിച്ചില്ല. ഇന്ന് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് വെള്ളം തിളപ്പിച്ചില്ല. ഇത്ര നേരം കുടിച്ചില്ല. പച്ചവെള്ളമല്ലേ കുടിച്ചേ? കുപ്പിവെള്ളം കുടിച്ചേ, കുപ്പിവെള്ളം. അതിനകത്ത് തന്നെ പാത്രമല്ലേ? എന്നതാണോ ഇവിടെ എല്ലാം ഒരു വകയല്ലേ? ചായ അല്ല, അത് പാലാ. പാലാന്നേ, പാല്. ആ ചായ ഉണ്ടാക്കാൻ സമയമായില്ലല്ലോ. ചായ ഉണ്ടാക്കാൻ സമയമായില്ലല്ലോ. ഇല്ലെന്നേ, സമയം 2 മണി ആയതേ. അമ്മ ഇവിടെ കിടപ്പുണ്ട്, അവിടെ അകത്ത്. ആ അമ്മ ചെന്ന് നോക്കാതെ കാണുമോ? ഏലിക്കുട്ടി പോയി നോക്കിയാലല്ലേ കാണുള്ളൂ. നോക്കാതെ കാണുമോ? അവിടെ ചെന്ന് നോക്കിയേ കിടപ്പുണ്ടോന്ന്. ബിബിനെ കോളേജിലല്ലേ? ഇവിടെ എല്ലാവരും ഉണ്ടമ്മേ. എല്ലാം പോയി. എന്നാ കറി വെച്ചൊക്കെ അവിടുന്ന് ആരും വന്നില്ലല്ലോ ഇവിടെ. എവിടുന്ന്? എവിടുന്നാന്നേ? വീട്ടിൽ അവരുടെ സാവുവിൻ്റെ ഒന്നും ആരും ഇങ്ങോട്ട് വരികയില്ല. സാവുവിൻ്റെ ഒന്നും ആരും ഇങ്ങോട്ട് വരികയില്ല. വന്നില്ലേ? ഇല്ല. സാവുവിൻ്റെ എന്താണ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ആരും ഇല്ലാഞ്ഞപ്പം, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പം. അമ്മ ഇവിടെ ഇല്ലായിരുന്നപ്പം വരണ്ടാവില്ല. സാവു അവിടെ ഇല്ലായിരുന്നോ? സാവു ഇവിടെ പരിപാടിയിലായിരുന്നല്ലോ. ചേച്ചി ഡ്യൂട്ടിക്ക് പോയി കാണും. കന്നാലിനൊക്കെ കെട്ടണം. ആട് പറമ്പിൽ പുല്ല് തിന്നോണ്ടിരിക്കുക. അത് പുല്ല് തിന്നോണ്ടിരിക്കുന്നതിനെ കൊണ്ട കെട്ടി അത് സമ്മതിക്കുമോ? ആടും പശുവൊക്കെ പുല്ല് തിന്നോണ്ടിരിക്കുമല്ലേ, വിശപ്പിന് തിന്നണ്ടേ? തീരെ കഴിയുമ്പോൾ കൊണ്ട കെട്ടാം. ആ പോയി കിടന്നോ. ആ ഒന്നും ചെയ്യണ്ട. ആ വീനയൊക്കെ വരും കുറച്ച് കഴിയുമ്പം. കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ആ പോയി കിടന്നോ. വന്നപ്പോൾ മുതലുള്ള കിടപ്പാ, എന്നിട്ട് ഓടി കിടപ്പാ. കയ്യും കാലും എല്ലാം തറന്നു പോകും. ആണോ? എന്നാൽ പെട്ടെന്ന് പോയി കിടക്കേ.
അമ്മേ അമ്മേ എന്നാ അമ്മ തലവേദന എടുക്കണം തലവേദനയാ. അതാണോ കിടക്കണം? അതിന് മരുന്ന് വല്ലതും ചെയ്യാം, കുളിയോ വല്ലതും കഴിക്കാൻ പറ്റും. എത്ര നേരമായി കിടക്കാൻ? എത്ര നേരമായി? ശരീരവേദന ഒന്നും ആ കിടന്നോ, കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങേ. പകലുറക്കെ പോട്ടുമില്ലല്ലേ? എന്തോ എന്തോ പറമ്പില്ല തിന്നോണ്ടിരിക്കുമല്ലേ, അവർ തീറ്റ കഴിയട്ടെ. കാണോ ആ തീറ്റ കഴിയുമ്പോൾ കൊണ്ടുവരാം. പിന്നെ നോക്കണം. ആ വേണ്ട വേണ്ട, അമ്മ കിടന്നോ. ഒരു വഴിക്ക് ഒരു ദിവസം പോയി എവിടെയെങ്കിലും ഒന്ന് പോയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തൊരു ഒരു സൗകര്യം കിട്ടിയ അതിനാ നേരം ഒരു സമാധാനം ശരീരത്തിന് സുഖമായി. അതിനാ എല്ലാ പണിയും ചെയ്യണം അല്ലേ വന്നിട്ട്? നീ കിടന്നോ? അതൊക്കെ കൊടുത്ത് ഇവിടെ ഇട്ടാ നല്ല പണിയാണ്. ഇവിടെയായിരുന്നു ആരാ നീ? നീ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കണ്ടില്ല. ഇത്ര നേരം അമ്മയുടെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഏ ഇത്രയും നേരം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത്ര നേരം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നേ. കിടക്കുമായിരുന്നു. അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അമ്മയുടെ കൂടെയോ? ആ ഏതമ്മയുടെ കൂടെ? ഏലിക്കുട്ടി അമ്മയുടെ കൂടെ. എൻ്റെ കൂടെ എന്ന് പറയാൻ ഞാനിപ്പോഴല്ല ഞാൻ വന്നത്. ആ നമ്മളെല്ലാം ഒരുമിച്ചാ വന്നേ. ഞാൻ വന്നിട്ട് 1 മണിക്കൂർ പോലും 1/2 മണിക്കൂർ പോലും ആയി. ആ ഇല്ലെന്നേ, ഇവിടെ കിടക്കാനാന്ന് പറഞ്ഞേ പോന്നിട്ടില്ലേ? ഇറങ്ങി നടന്നപ്പോൾ കൂടെ നടക്കൂലായിരുന്നു ഞാൻ. കിടക്കുന്നില്ലേ? കിടക്കുന്നില്ലേ? എന്നാ കിടന്നോ. നീ കിടക്ക് ഇച്ചിരി നേരം. കുറച്ചുകൂടെ കഴിയുമ്പോൾ എൻ്റെ കാലയിലൊക്കെ കഴിയുമ്പോൾ ആർക്കടാ ആർക്കടാ? ചെരുപ്പ് ആ ആ നിനക്ക്. എനിക്കോ? അമ്മയുടെ ചെരുപ്പ് എനിക്ക് പറ്റുമോ? അമ്മ ഇപ്പം എവിടെ പോയതാ? അമ്മയാ ഇരിക്കുന്നേ. അമ്മയിലേ ഇരിക്കുന്നേ. അമ്മ ഇവിടെ വന്നില്ലല്ലോ. ആ അമ്മ ഇരിക്കുന്നത്. രണ്ടമ്മമാരെ ഉണ്ട് ഇവിടെ. ഒരമ്മ ഇതുകൊണ്ട്. രണ്ടമ്മമാരെ ഇവിടെ ഉള്ളൂ. ആരാ? രണ്ടമ്മമാരെ ഇവിടെ ഉള്ളൂ. അത് മതിയല്ലോ. ആ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയുടെയാ. അത് ഏലിക്കുട്ടി അമ്മയുടെ. ഏലിക്കുട്ടി. പിന്നെ എന്തൊന്നും അതേന്നേ. ഇരിക്കണ്ടാത്ത വെച്ചോ. പിന്നെ എലിക്കുട്ടി പിന്നെ അത് എന്നെ ഇട്ടോണ്ട് നടക്കണേ പുറത്ത് പോകുമ്പോൾ. അതിൽ ചുട്ടിക്കുട്ടി വെക്കണ്ട. ഇവിടെ ഒന്ന് കിടന്നോ. വേണ്ടേ ഈ അമ്മ കിടക്കുന്ന പോലെ കിടന്നോ. ഈ അമ്മ കിടക്കുന്ന പോലെ കിടന്നോളാനേ. കിടക്കാൻ പോവാ. ആ നടക്കത്തില്ല. ആ വന്ന് കിടക്ക്. എത്ര നേരം എന്റെ ഏലിക്കുട്ടി കിടക്കണമെന്ന് പറഞ്ഞു വന്നിട്ടൊന്നും കിടക്കത്തില്ല. എന്നാണ് ഇത്? എന്താ അങ്ങനെ ക്ഷീണമെല്ലാം ഉണ്ടോന്ന് നോക്കിക്കേ. കിടക്കാന്ന് പറഞ്ഞിട്ട് കിടക്കാത്ത എന്നാന്നാ ചോദിച്ചേ? എവിടുത്തെ അമ്മയാന്നേ? എവിടുത്തെ അമ്മയാ? ഏലിക്കുട്ടി അമ്മയാണോ? ഞാനല്ല. പിന്നെ ഇവിടെ എനിക്കൊരു അമ്മയുള്ളൂ. അതിന്റെ പേരെന്നാ? അത് ഇത്രയും വയസ്സായിട്ടും അറിയത്തില്ല. ഇല്ല പേരെന്തെങ്കിലും അറിയണം. അമ്മേൻ്റെ അല്ലേ? ഇല്ല പേരറിയണ്ടേ? അമ്മയെന്നല്ല വിളിക്കാം. വിളിക്കുന്ന അമ്മയായിരിക്കും, പക്ഷെ എന്നാലും പേരുണ്ടല്ലോ. താഴേലൊക്കെ തുണി അലക്കിയിട്ട് അതാരുടെ ആയിരിക്കും? അടിക്കന്മാരുടെയാണ്. മണിക്കന്മാരുടെ ഒന്നുമല്ല, ഇവിടുത്തെയാ. ഇവിടുത്താണോ? ഇതെന്നാ ഉണങ്ങിയാൽ നോക്കിയോ? എന്നാ പിറക്കാൻ പോണോ? പിറക്കാൻ പോണോ? ഇനി ആൾക്കാർ പിറക്കി എടുക്കാൻ പോണോന്ന്. ഗടിക്കിടാനോ? ആരാ പോണം? ഏലിക്കുട്ടിയമ്മ. എന്നെ കൊണ്ട് പറ്റിയ. എന്നാ പിന്നെ അങ്ങോട്ട് നോക്കാതിരിക്കുന്ന നല്ലത്. കാല് വേല. എന്നാ ഇവിടെ വല്ലയിടത്തും വന്ന് കിടക്ക്. ഇവിടെ എല്ലാം പോയിട്ട് വന്നു. അയ്യോ ചത്തേ, അയ്യേ ശ്വാസം മുട്ടുന്നേ, അയ്യോ എൻ്റെ അത് പോയേ, എൻ്റെ ഇത് പോയേ എന്ന് പറഞ്ഞിട്ടാ വന്നാ അങ്ങനെ മേലാതുള്ളവരിവിടെ വന്ന് കിടക്കണ്ടേ? കിടക്കുന്നുണ്ടോ നോക്കിക്കേ. എവിടെയെല്ലാം ഇട്ട് മനുഷ്യനെ ഇട്ട് ഓടിക്കുന്നു. ഇതാണ് ഏലിക്കുട്ടിയമ്മയുടെ സ്വഭാവം. എന്നാ ചെയ്യാനാന്നേ നീ? അതിനെ അഴിക്കാൻ പോണോ? അതിനെ അഴിക്കാൻ പോകാൻ പറ്റുമോ? അങ്ങ് പറമ്പിലാ, ആ തോട്ടത്തിലാ കെട്ടിയേക്കണേ. പോയി അഴിച്ചോണ്ട് വാ. ആ റബ്ബർ തോട്ടത്തില്. പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ പറയണേ? അതറിയാമല്ലോ ഞങ്ങൾക്കൊക്കെ. അമ്മ എന്തിനാന്ന് ഇങ്ങനെ ആദ്യ പിടിക്കുന്നേ? ആ സാബും ജോമോനും ഒക്കെ ഉണ്ടെന്നേ. ആ പശുവിന് വകയൊന്നും വേണ്ട. ആ പശുവിന് വകയൊന്നും വേണ്ടെന്ന്. ആ ചക്ക കൊടുക്കുമായിരുന്നു തിന്നേനെ. ആ അതിനിപ്പോ എവിടെ പോണു ചക്കയ്ക്ക്? വല്ലയിടത്തും ഉണ്ടോ? അത് ഏലിക്കുട്ടിയുടെ വസ്ത്രം, ഏലിക്കുട്ടിയുടെ ഉടുപ്പാ.
വെയിലത്ത് കൊണ്ടേ മുറ്റത്ത് കൊണ്ടേ ഇട്ട് ചൂടാക്കിക്കൊണ്ട് വാ ചെല്ല്. എനിക്ക് തലവേദന ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നത്. എങ്ങനെയുണ്ട്, നല്ലതാണോ? പള്ളി പുറയ്ക്കാൻ ചൊക്കത്തോട്ട് പോകാം. ആ, എങ്ങനെയുണ്ട്, നല്ലതാണോ? ഇത് നല്ലതായി. അതൊക്കെ നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാം. അയ്യോ, ഇത് ഇന്നലെ മേടിച്ചതാ. അത് കഴിഞ്ഞ ദിവസം മേടിച്ചതാ. അത് കഴിഞ്ഞ ദിവസം പുതിയത് മേടിച്ചതാ. ജോമോ മേടിച്ചതാ. എന്നാ ജോമോ മേടിക്കല്ലേ? ജോമോ മേടിക്കല്ലേ? ഒരു പുച്ഛത്തിലൊരു നോട്ടം. പിന്നെ ആരാ മേടിക്കണേ? എന്റെ വേറെ വല്ല മക്കളും മേടിച്ചു തരും. അതാ നോട്ടത്തിന്റെ അർത്ഥം. ഞങ്ങൾക്കെല്ലാം അറിയാം കേട്ടോ. ആ, ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയത്തില്ല. തേച്ചിട്ട് വേണം പെട്ടിക്കകത്ത് വെക്കാൻ. ആ, പെട്ടിക്കകത്ത് വെക്കാൻ. ആടെവിടെയാ ഇരിക്കണേ? ആടൊന്നും ഇവിടെ ഇല്ല. ആടിവിടെ ഇല്ല. ആര് പറഞ്ഞു? അമ്മ വളർത്തുന്നുണ്ടോ? ഇവിടെ എത്ര ആളുണ്ടാവും? ആ, ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലാതായിപ്പോയി. ഇപ്പൊ ആർക്കും പറ്റും വളർത്താൻ? എലിക്കുട്ടിക്ക് പറ്റുമോ? എലിക്കുട്ടിക്ക് പറ്റുമോ? പശു ആട് വെക്കാൻ ഞാൻ വളർത്താം. അവിടെ വെക്കണ്ടെങ്കിൽ കൊണ്ടുവരും. അല്ലാതെ വരെ കാറ്റാം. പൈസയ്ക്ക് പൈസ വേണം. എവിടെയാന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്നാന്നേ? കന്നുകാലി. ഓ, കന്നുകാലി പറമ്പിലുണ്ടമ്മേ. പറമ്പിൽ നിപ്പുണ്ട്, പുല്ല് തിന്നുകൊണ്ടിരിക്കുക. പുല്ലേ? ഏത് പറമ്പിലാ? കരോട്ട പറമ്പില്. കരോട്ട പറമ്പില? ആ, നടിച്ചോട്ടെ കെട്ടാൻ. പക്ഷേ കെട്ടാറായാലോ, തിന്നട്ടെ, അതിന് വയറ് നിറയണ്ടേ. കയറും പറിച്ചോണ്ട് പോയെങ്കിലോ? കയറൊന്നും പറിച്ചോണ്ട് പോയില്ല. അവർ തിന്നു കഴിയുമ്പോൾ വിളിക്കും, മേന്ന് നോക്കും. അന്നേരം പോയി കഴിച്ചാൽ മതി കേട്ടോ. അമ്മ കിടക്കാൻ നോക്ക്. ഇത് കിടക്കമ്മേ, ഒന്ന് കിടക്ക എലിക്കുട്ടി. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.